ശരിക്കും പ്രാക്ക പലിക്കുമെന്ന് ചോദിച്ചാൽ പലിക്കും. ഈ ബിഗ് ബോസ് വന്നു, അനീഷ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ അതിൽ കയറി ഞാൻ സ്ത്രീ വിരുദ്ധനാണെന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു വൈബിൽ നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് തോന്നുന്നു മലയാളികളുടെ ഒരു 80% ആളുകളും അന്ന് അയാളെ വെറുത്തിട്ടുണ്ടാവും. പിന്നീട് എന്താ സംഭവിച്ചത്? ആ വെറുപ്പ് അദ്ദേഹത്തോടുള്ള ഇഷ്ടമായിട്ട് മാറി. എല്ലാവർക്കും ഇഷ്ടമായി. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് ഒരു ഭാര്യയും ഭർത്താവും പറഞ്ഞാൽ കള്ളാണ്. പ്രശ്നം ഉണ്ടാകണം, ഉണ്ടായിരിക്കും, പക്ഷെ അത് സോൾവ് ആകും. ചിലപ്പോൾ ഒരു ദിവസത്തിനപ്പുറം പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു മാസം വരെ പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. ജീവിതത്തിൽ വേണ്ടത് അഡ്ജസ്റ്റ്മെന്റ് അല്ല, ഞാൻ മനസ്സിലാക്കിയത് അണ്ടർസ്റ്റാൻഡിങ്. ഈ കുഞ്ഞു പിള്ളേര് കല്യാണം കഴിക്കും, 19.5 വയസ്സ്, പയ്യന് 21 വയസ്സ്. മനപ്പൊരുത്താണ്, ജോലിയില്ല, വരുമാനം ഇല്ല, മനപ്പൊരുത്തമുണ്ട്, രാവിലെ പോലെ പ്രേമിച്ചിരുന്ന ഭാര്യ നടക്കും. നിങ്ങൾക്ക് പുറത്ത് കാണിക്കാൻ പറ്റാത്തൊരു പ്രണയമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ കള്ളരാണ്. ഉണ്ടെങ്കിൽ കാണിക്കണത്. എത്ര കാലമാണ് ഇത് കണ്ടില്ലേ? കണ്ടകശനി, 7ര ശനിയിൽ ഇത് ഓരോ അപഹാരങ്ങൾ. ഇതിലെ ഏറ്റവും വലിയ ദോഷം ഏതാണ്? അങ്ങനെ ഒരു ദോഷം ഇല്ല. എനിക്ക് 7ര ശനി സമയത്ത് ദോഷം എന്താ? അപവാദം, സാമ്പത്തിക നഷ്ടം, വാഹന അപകടം. ചിലപ്പോൾ വേറൊരാൾക്ക് അതാവണമെന്നില്ല. അപ്പൊ ഞാൻ ഈ സമയത്ത് ശ്രദ്ധിച്ചോണം, ഇല്ലെങ്കിൽ ഏതുവഴിയെങ്കിലും ഒക്കെ അപവാദം വന്ന് കയറും, നമ്മൾ ചിന്തിക്കാത്ത സാധനം വന്ന് കയറും. ചില ആൾക്കാര് അവരുടെ മരണം വരെ നോക്കി വെച്ചിട്ടുണ്ട്. ഹരിച്ചേട്ടൻ അങ്ങനെയൊക്കെ നോക്കാറുണ്ട്? ഈ മരണത്തെ പറ്റി ചിന്തിച്ചാലും ഒരു പ്രശ്നമുണ്ട് രമ്യ. 50ാമത്തെ വയസ്സ് ഞാൻ മരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കും. കാരണം എന്റെ മനസ്സങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചേക്കാണ്. ഞാൻ ഇന്ന സമയം മരിക്കുമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വന്ന് പ്രഷർ കൂടിയെങ്കിലും മരിച്ചു. ദൈവമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇതുവരെ ദൈവത്തെ കണ്ടെത്തിയില്ല എന്നേ പറയാൻ പറ്റൂ. നാളെ കണ്ടെത്തത്തില്ലെന്ന് പറഞ്ഞാൽ ആ പറയുന്ന ഒരു അന്ധവിശ്വാസികളായി മാറും. ഈ എന്റെ ഒത്തിരി സുഹൃത്തുക്കള് എത്തീസ്റ്റുകളുണ്ട്. രജനീഷ് ആണോ? നമ്മുടെ രജനീഷ് എത്തീസ്റ്റ് ആണ്. നല്ലവനാണെന്ന് കേൾപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ അപവാദം. നമുക്കിതൊരു ബാധ്യതയാവുകയാണ്. എന്തിനാണ് അങ്ങനെ കേൾക്കുന്നേ? ഇത് കേൾക്കുന്നവരെ നമ്മൾ വിചാരിക്കും ഒരു നല്ലത് കേട്ടല്ലോ എന്ന്. വെറുതെയാണ്. ഞാൻ ഒരു മിനിറ്റ് ഒരു വോയിസ് കേൾപ്പിക്കാം. ഹരിപത്നാടത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഈ കുട്ടിക്ക് അടി കിട്ടിയോ എന്ന് ചോദിക്കാൻ വയ്യ. താങ്കളെ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും പരിചയമില്ലാത്ത ആൾക്കാർക്കും താങ്കളോട് ഇഷ്ടമുള്ള ആൾക്കാർ കുറെ ഉണ്ട്. അവർക്കൊക്കെ പെട്ടെന്ന് കാണാൻ നേരത്ത് ഒരു ആങ്സൈറ്റിയും മറ്റുള്ളതൊക്കെ വരും. അതാണ് ഇതിൽ സംഭവിക്കുന്നത് കേട്ടോ. എനിക്കൊരു അപകടം തോന്നുന്നു എന്റെ ലൈഫിൽ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹലോ, നമസ്കാരം. ലൈഫ് നെറ്റ് TV പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഹൈൻഡ് ദ സക്സസിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഫേമസ് അസ്ട്രോളജറും ഇപ്പോ ഇദ്ദേഹം കൈവയ്ക്കാൻ ആഗ്രഹിക്കാത്ത മേഖല ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ഡൗട്ടായിരിക്കും. ശ്രീ ഹരി പത്തനാപുരം. ഹരിച്ചേട്ടാ സ്വാഗതം. സുഖമായിട്ടിരിക്കുന്നു? എപ്പോ വിളിച്ചാലും ബിസിയാണ്. ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓടുന്നതേ ഉള്ളൂ, പ്രയോജനമൊന്നുമില്ല. അങ്ങനെ കൂടെ പറയുക. ഇന്നിപ്പോ നമ്മുടെ രസകരമായി എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മുടെ ഇടയിൽ നമ്മളൊക്കെ വിശ്വാസികളാണ് അല്ലെ? നമ്മൾ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇന്നിപ്പോ നമ്മുടെ ഈ സമൂഹത്തിൽ തന്നെ ഈശ്വരൻ ഇല്ല എന്ന് ഉറക്കെ പറയുന്ന, അവരെന്തോ വലിയ ക്രെഡിറ്റ് ആയിട്ട് എടുത്ത് പറയുന്ന, അവർക്കൊരു അസോസിയേഷൻ വരെയുണ്ട് ഏത്തിയസ്റ്റുകളുടെ. അവർക്ക് അങ്ങനെ തന്നെ ഒരു അസോസിയേഷൻ ഭയങ്കര സംഭവമായിരുന്നു എറണാകുളത്ത്. എന്താ ചേട്ടാ, അവരുടെ കൂടെ ആൾക്കാരെ കൂട്ടാൻ നോക്കുകയാണ്? അല്ല, കൂടട്ടെ, അങ്ങനെ വരുമല്ലോ. ഈ നോർമലി നമ്മളിപ്പോ ദൈവവിശ്വാസികളെ മാത്രമേ ലോകത്താകാവൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ദൈവവിശ്വാസം ഇല്ലാത്തവരും ഉണ്ടാകും. സയൻസിനെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവരും ജീവിക്കുന്നുണ്ടാവും. ഇപ്പോഴത്തെ വിശ്വാസികളും ജീവിക്കുന്നുണ്ടാവും. അവര് മോശക്കാര്, വിശ്വാസികൾ നല്ലവര്, വിശ്വാസികൾ മോശക്കാര്, അവർ നല്ലവരുന്നില്ല. ഞാൻ പറയില്ല, ഇപ്പം എത്തീസം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പബ്ലിക്കിന് ദോഷം ഉണ്ടാകാത്തൊരു കാര്യമാണെങ്കിൽ അതിനെന്തിനാ ചെയ്യട്ടെ. ഈശ്വര വിശ്വാസം പബ്ലിക്കിന് ദോഷം, മറ്റൊരാളെ വേദനിപ്പിക്കുന്ന, മറ്റൊരാളുടെ സ്വത്തിനെ അപഹരിക്കുന്നത് അല്ലെങ്കിൽ അത് തുടരുന്നതിൽ എന്താണ്? പക്ഷെ ഇതിലൊരു അൾട്ടിമേറ്റ് കാര്യം, ദൈവമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇതുവരെ ദൈവത്തെ കണ്ടെത്തിയില്ല എന്നേ പറയാൻ പറ്റൂ. നാളെ കണ്ടെത്തത്തില്ലെന്ന് പറഞ്ഞാൽ ആ പറയുന്ന ഒരു അന്ധവിശ്വാസികളായി മാറും. ക്യാൻസറിന് മരുന്ന് കണ്ടെത്തിയിട്ടില്ല എന്നല്ലേ പറയാൻ പറ്റൂ. ക്യാൻസറിന് മരുന്നില്ല, ഒരിക്കലും ഉണ്ടാകില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം നാളെ ഇത് ഉണ്ടാകും. എന്റെ സുഹൃത്തുക്കൾ എല്ലാവരും ജ്യോതിഷ വിശ്വാസികളാന്ന് വിചാരിക്കരുത്. അല്ലാത്ത ഒരിക്കലുമല്ല. ഇതിനെ എതിർക്കുന്ന ആളുകൾ എന്റെ സുഹൃത്തുക്കൾ. പുനലൂര് കാസ്റ്റ്ലെസ് എന്ന് പറഞ്ഞ ജൂനിയേഴ്സ്, അവർക്ക് ജാതിയില്ല, മതമില്ല, മനസ്സിലായോ? കാസ്റ്റ്ലെസ്, അതിൽ കാസ്റ്റ്ലെസ് സീനിയർ ഞാനോട്ട് നല്ല അടുപ്പാണ്. ഞങ്ങൾ സംസാരിക്കുക. കാസ്റ്റ്ലെസ് ജൂനിയർ അഡ്വക്കേറ്റ് ആണ്, അദ്ദേഹമായിട്ട് നല്ല അടുപ്പാണ്. അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ, അവർക്ക് ദൈവം ഇല്ലാന്നും ഞാൻ ദൈവം ഉണ്ടെന്ന് അതിനെന്താണ്? എല്ലാം കൂടെ പോകുന്നതല്ലേ ഈ ലോകം. ഈ എന്റെ ഒത്തിരി സുഹൃത്തുക്കള് എത്തീസ്റ്റുകളുണ്ട് ഒരുപാട്. നമ്മളുടെ ഇന്റർവ്യൂ എടുക്കുന്ന രജനീഷ് ആണോ? നമ്മുടെ രജനീഷ് എത്തീസ്റ്റ് ആണ്. അതറിയില്ല. രജനീഷ് എത്തീസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഞാനും ആളോട് നല്ല സൗഹൃദമല്ലേ, ഞങ്ങൾ തമ്മിൽ ചർച്ചകൾ ഇരുന്നിട്ടില്ലേ, ഞങ്ങൾ സംസാരിച്ചിട്ടില്ലേ? അങ്ങനെയാണ് അത്. രജനീഷ് എന്ന് വെച്ചാൽ എത്തീസ്റ്റ് ആണ്, ഞാൻ അയാളെ നോക്കാൻ പാടില്ല. അങ്ങനെ എന്തിന്? ഇവൻ ഈശ്വര വിശ്വാസിയാണ്, ഇവനെ ഞാൻ നോക്കാൻ പാടില്ല. എന്തിന്? അവന്റെ വിശ്വാസം
അവൻ ആശ്വാസം നൽകുന്നെങ്കിൽ അവന്റെ വിശ്വാസം മറ്റൊരാളുടെ ജീവിതത്തെയോ സ്വത്തിനെയോ ബാധിക്കാത്തതാണെങ്കിൽ അവൻ കൊണ്ട് നടക്കട്ടെന്ന് നമുക്കെന്ത് നല്ലതല്ലേ? അതെ, ചില ഇത്തരത്തിൽ നോക്കുന്ന ആൾക്കാർ അവരുടെ മരണം വരെ നോക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ പരിചയമുള്ള, ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നൊരു അദ്ദേഹമുണ്ട്. അദ്ദേഹം ഞങ്ങൾ ചെല്ലുമ്പോൾ പറയുമായിരുന്നു, എനിക്കറിയാം ഞാൻ മരിക്കണ സമയം എന്നാണെന്ന്. പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് കറക്റ്റ് അറിയുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ആ സമയത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് എല്ലാം മാറ്റിയിരുന്നു. എന്നിട്ടാണ് ഞങ്ങൾ കേൾക്കുന്നത് അദ്ദേഹം മരിച്ചു എന്നുള്ളത്. ഹരിച്ചേട്ടൻ അങ്ങനെയൊക്കെ നോക്കാറുണ്ടോ? ഞാനാണ് മരണത്തെ പറ്റി ഒന്നും എനിക്ക് പേടിയാണ്. എന്തിനാണ് എൻ്റെ മരണത്തെ പറ്റി ചിന്തിക്കുന്നത്? എൻ്റെ പൊന്നരവ്യെ, എനിക്ക് പേടിയാണ് മരിക്കാൻ. എനിക്ക് ജീവിക്കാനാണ് ആഗ്രഹം. കാരണം നമ്മുടെ പ്രകൃതി, നമ്മളുടെ നാട്, നമ്മളുടെ ബന്ധുക്കൾ അവരെയൊക്കെ കണ്ടു തീരുന്നത്. എന്തിനാണ് മരണത്തെപ്പറ്റി? ഈ മരണത്തെപ്പറ്റി ചിന്തിച്ചാലും ഒരു പ്രശ്നമുണ്ട് രമ്യ. ഇപ്പം 50-ാമത്തെ വയസ്സ് ഞാൻ മരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കും. കാരണം എൻ്റെ മനസ്സങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചേക്കാണ്. ഞാൻ ഇന്ന സമയം മരിക്കുമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വന്ന് പ്രഷർ കൂടിയെങ്കിലും മരിച്ചു പോകും. മരണം, അതായത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ജയിലിൽ പോവാണെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാം എന്ന പ്രതീക്ഷയിൽ പോവാം. ഗൾഫിൽ പോയാലും തിരിച്ചു വരാമെന്നുള്ള പ്രതീക്ഷയിൽ പോവാം. എവിടെ പോയാലും തിരിച്ചു വരാമെന്നുള്ള പ്രതീക്ഷയിൽ പോവാം. മരണമോ? തൊട്ടടുത്ത നിമിഷം നമ്മുടെ ബന്ധുക്കളെ നമുക്ക് കാണാൻ പറ്റത്തില്ല, നമ്മുടെ മക്കളെ നമുക്ക് കാണാൻ പറ്റത്തില്ല, നമ്മുടെ ഭർത്താവിനെ, ഭാര്യയെ, നമ്മുടെ അമ്മയെ, നമ്മുടെ അച്ഛനെ, നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ വീട്, നമ്മുടെ വാഹനം, നമ്മുടെ പ്രകൃതി, നമ്മുടെ ഓഫീസ്, നമ്മുടെ സുഹൃത്തുക്കൾ, പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നമുക്കിവരെ കാണാൻ പറ്റത്തില്ല. ആലോചിച്ച് നോക്കൂ, ഒരു സെക്കൻഡിനപ്പുറം. എന്തിനാണ് അതേപ്പറ്റി ചിന്തിക്കുന്നത്? ഉള്ള സമയം മറ്റൊരാളെ ദ്രോഹിക്കാതെ, മറ്റൊരാളെ വേദനിപ്പിക്കാതെ സന്തോഷമായിട്ട് ജീവിക്കുക. മരണത്തെപ്പറ്റി നിങ്ങൾ എന്തിനാണ് മരണകാലം അറിയുന്നത്? നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? നിങ്ങൾ ഇന്ന വയസ്സിൽ മരിക്കുമെന്ന് അറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം? ചില ആൾക്കാർ ഞാൻ കേട്ടിട്ടുണ്ട്, അവർ പോയിട്ട് ചോദിക്കുന്നത് വേറൊന്നുമല്ല, ഇത് ഞാൻ എന്നത്തേക്കായിരിക്കും മരിക്കുന്നത്, അപ്പം മരിക്കുന്നതിന് മുമ്പേ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കണം. അപ്പോൾ അതിന് മുമ്പേ ഓക്കെ, ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ 70 വയസ്സിൽ അല്ലെങ്കിൽ 75 വയസ്സ്, അതിന് മുമ്പേ എനിക്കിതെല്ലാം ചെയ്യണം എന്നും പറഞ്ഞ് ചെയ്തു പോകുന്ന ഒരുപാട് 70 വയസ്സെന്ന് മനസ്സിൽ ഫ്രെയിം ചെയ്താൽ 70 വയസ്സ് മരിക്കുന്നേ. അങ്ങനെയാണല്ലോ നമ്മുടെ ബ്രെയിൻ. നമ്മളൊരു കാര്യം തന്നെ ചിന്തിച്ചിരുന്നാൽ അത് നടക്കും. എന്തിനാണെന്ന് അറിയുന്നത്? ഞാൻ നോക്കാറില്ല. ഞാൻ മരിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു, ഇങ്ങനെയൊക്കെ പോട്ടേന്ന് പ്രാർത്ഥിച്ചിട്ടിരിക്കുന്നതാണ്. ദോഷങ്ങൾ നമ്മൾ പലത് കേൾക്കുന്നുണ്ട്. കണ്ടകശനി, 7.5 ശനിയിൽ ഇത് ഓരോ അപഹാരങ്ങൾ, ദോഷം, ഗുളികൻ്റെ ഇതൊക്കെ. ശരിക്കും ഇതിലെ ഏറ്റവും വലിയ ദോഷം ഏതാണ്? അങ്ങനെ ഒരു ദോഷം ഇല്ല. അതായത് ഓരോ ആളുകൾക്ക് ഓരോന്നാണ്. അതിനല്ല ഓരോരുത്തരുടെ ജാതകം എടുക്കുന്നത്. ഇപ്പം എനിക്ക് 7.5 ശനി സമയത്തെ ദോഷം എന്താ? അപവാദം, സാമ്പത്തിക നഷ്ടം, വാഹന അപകടം, ഇതൊക്കെയാണ്. ചിലപ്പോൾ വേറൊരാൾക്ക് അതാവണമെന്നില്ല. അപ്പം ഞാൻ ഈ സമയത്ത് ശ്രദ്ധിച്ചോണം, ഇല്ലെങ്കിൽ ഏതുവഴിയെങ്കിലും ഒക്കെ അപവാദം വന്ന് കയറും. ഏതുവഴിയെങ്കിലും നമ്മൾ ചിന്തിക്കാത്ത സാധനം വന്ന് കയറും. എനിക്കിനി 1.5 വർഷം കൂടെ ഉണ്ട്. അപ്പം വളരെ ശ്രദ്ധിച്ച് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം വളരെ മിതപ്പെടുത്തിയ പറയുന്നത്, വെറുതെ ശത്രുക്കളെ ഉണ്ടാക്കുന്നത്. മനപ്പൊരുത്താണോ ജാതകപ്പൊരുത്താണോ ഏറ്റവും നമ്മൾ നോക്കേണ്ട കാര്യം? അതുപോലെ തന്നെ ചിലർ കല്യാണത്തിന് മാത്രമല്ല, ചില ആൾക്കാർ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴും ഞാനും അവനും കൂടെ ഒരു കൂട്ടുകെട്ട് പങ്കാളിത്തം തുടങ്ങുകയാണ്, ഇത് നല്ലതാണോ, ഇങ്ങനെയും നോക്കുന്നവരുണ്ട്. ഫ്രണ്ട്ഷിപ്പിനിടയിലും ഈ ഒരു സംഭവം കയറ്റുന്നത് അത് എത്രത്തോളം? വിശ്വാസമാണ്. ഇപ്പോൾ മനപ്പൊരുത്തമാണെന്ന് ചോദിച്ചാൽ മനപ്പൊരുത്തം മാത്രം ഉണ്ടായിട്ട് ജീവിക്കാനൊന്നും പറ്റില്ല. രാവിലെ എണീറ്റ് നല്ല മനപ്പൊരുത്താന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ പിള്ളേരില്ലേ, ഈ കുഞ്ഞു പിള്ളേര് കല്യാണം കഴിക്കും. 19.5 വയസ്സ്, പയ്യന് 21 വയസ്സ്. മനപ്പൊരുത്താണ്. ജോലിയില്ല, വരുമാനം ഇല്ല, മനപ്പൊരുത്തമുണ്ട്. രാവിലെ പോലെ പ്രേമിച്ചിരുന്ന ഭാര്യ നടക്കൂ? ജോലിക്ക് പോകണം, ജീവിതം നോക്കണം, അങ്ങനെയല്ലേ പറ്റുള്ളൂ. ഈ പൊരുത്തം എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി നോക്കുന്നതാണ്. നമ്മൾ ഈ പൊരുത്തം, നക്ഷത്ര പൊരുത്തം നോക്കുന്നതിനോടൊപ്പം തന്നെ കുടുംബ പൊരുത്തം, അവരുടെ ജോലിയുടെ പൊരുത്തം, അവരുടെ ജീവിത സാഹചര്യങ്ങളുടെ പൊരുത്തം, വിദ്യാഭ്യാസ പൊരുത്തം എല്ലാം നോക്കണമെന്ന് ജ്യോതിഷത്തിൽ തന്നെ പറയുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് ഒരു ഭാര്യയും ഭർത്താവും പറഞ്ഞാൽ കള്ളാണത്. പ്രശ്നം ഉണ്ടാകണം, ഉണ്ടായിരിക്കും, പക്ഷെ അത് സോൾവ് ആകും. ചിലപ്പോൾ ഒരു ദിവസത്തിനപ്പുറം പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു മണിക്കൂർ വരെ പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല, ചിലപ്പോൾ ഒരു മാസം വരെ പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തീരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാകും രമ്യ. ജീവിതത്തിൽ വേണ്ടത് അഡ്ജസ്റ്റ്മെന്റ് അല്ല, ഞാൻ മനസ്സിലാക്കിയത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പം എൻ്റെ ഭാര്യയെ സംബന്ധിച്ച് കുറച്ച് അഗ്രസീവാണ്. ഒന്ന് അഡ്വക്കേറ്റാണ്, പിന്നെ പെട്ടെന്ന് അത് ആരോടും അത് പറയാനുള്ളത് സ്ട്രെയിറ്റ് ആയിട്ട് മുഖത്ത് നോക്കി പറയും. അപ്പൊ നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ്? ചേട്ടന് ഇത്ര അധികം സംസാരിക്കും, ചേച്ചിയും എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ? ഞാൻ അഗ്രസീവ് അല്ല, വൈഫ് കുറച്ച് അഗ്രസീവ് ആണ്. അവരുടെ പ്രൊഫഷണൽ സാധനമാണ്. കോടതിയിൽ അവർ കോടതിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അവരുടെ കക്ഷി ജയിക്കാൻ വേണ്ടി അവരതിന്റെ എക്സ്ട്രീം എൻഡ് വരെ പോകും. അത് ഈ ഞാൻ എൻ്റെ വൈഫ് എന്നുള്ള വക്കീലല്ല, പൊതുവെ വക്കീലന്മാരുടെ രീതികളിൽ അവരതിന്റെ എക്സ്ട്രീം എൻഡ് വരെ പോകും. കാരണം അവരെ കക്ഷിയെ ജയിപ്പിക്കാതെ ചിലർ ഇത് ഇമോഷണലി എടുക്കും. എൻ്റെ വൈഫിന്റെ സുഹൃത്തുക്കൾ, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ചില അഡ്വക്കേറ്റുമാരുണ്ട്. അപ്പൊ അതിൽ അൻസർ, അനീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സഹോദരങ്ങളുണ്ട്. അപ്പൊ ഒരു ദിവസം എന്നോട് അൻസർ പറഞ്ഞു,
അണ്ണാ ഈ ചേച്ചി ഉണ്ടല്ലോ ഉള്ള നമ്മുടെ എതിർ ഇതായിട്ട് വന്നാലും ചേച്ചി ഭയങ്കര ഇമോഷണലി അത് എടുക്കും, അവരുടെ കക്ഷിക്ക് വേണ്ടി അവർ ഭയങ്കരമായിട്ട് പിന്നെയും നമ്മളോട് ഒരു ശത്രുതയിൽ ഭയങ്കര ഇതായിട്ട് കാണും എന്ന് പറയാറുണ്ട്. അപ്പം അത് ചിലപ്പോൾ അവരുടെ പ്രൊഫഷണൽ ഡെഡിക്കേഷൻ ആകാം. പക്ഷെ അൻസറിനെയൊക്കെ സംബന്ധിച്ച് അവർ ചേച്ചി അനിയൻ എന്നുള്ള രീതിയിൽ പോകുമ്പോൾ ചേച്ചി എന്തിനാണ് ചേച്ചി, നമ്മൾ ആ കോടതിയിൽ വെച്ച് നമ്മൾ അടി, പുറത്തിറങ്ങുമ്പോൾ നമ്മൾ എന്തിനാ അടി എന്ന് ചിന്തിക്കും. ഇത് ഇവളിങ്ങനെ എടുക്കുന്ന ഒരു ക്യാരക്ടറാണ്, ഞാൻ അങ്ങനെ എടുക്കുന്ന ഒരു ക്യാരക്ടറല്ല. അപ്പൊ ഓരോ മനുഷ്യൻ ഓരോ ക്യാരക്ടറാണ്. അപ്പൊ ജീവിതത്തിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെ വൈഫിന്റെ ഒരു ഗുണവും കൂടെ ഞാൻ പറയാം, മറ്റൊന്ന് ഗുണമാണ് കേട്ടോ, വേറെ പ്രൊഫഷണലി ഉള്ളൊരു കാര്യം. ഇപ്പം ഓഫീസ് വർക്കുകൾ, ആധാർ എടുക്കണം, പാൻ കാർഡ് എടുക്കണം, പിള്ളേരുടെ സ്കൂളിൽ അത് ചെയ്യണം, ഇത് ചെയ്യണം, എല്ലാം ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അങ്ങ് ചെയ്യും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്നാമത് ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതൊക്കെ ഒരു നല്ലതാണ്. പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കി പോകുന്ന ഒരു രസം. അറിയൂ, പിള്ളേരെ ഞാൻ വഴക്ക് പറയാറില്ല, ഒരു വഴക്ക് പറയാറില്ല. എൻ്റെ മക്കളെ ഞാൻ ഇതേവരെ അടിച്ചിട്ടില്ല. എൻ്റെ 2 മക്കളാണ്, 2 പേരെ ഞാൻ ഇതേവരെ അടിച്ചിട്ടില്ല. ഇവരുടെ എല്ലാ കാര്യത്തിലും താളം തുള്ളി ഞാൻ ഭയങ്കര രസകരമായ ഒരു അച്ഛനാണ്. ഇവരുമായിട്ട് ഇക്കളിയിടും, അടിയും പിടി, ഞങ്ങൾ തമാശയ്ക്ക് തമാശ അറിയും. എന്നോട് പിള്ളേർ ദേഷ്യപ്പെടും, ഞാൻ പക്ഷെ വളരെ കൂളാണ്. ഇവരോടൊക്കെ ഭയങ്കര രസമായിട്ടും. എന്നാൽ വൈഫ് നല്ലോണം അടിക്കും, വഴക്ക് പറയും. പക്ഷെ പിള്ളേർക്ക് ഇഷ്ടം അവളെ, പിള്ളേർക്ക് ഇഷ്ടം എന്നെ അല്ല, എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യ എവിടെങ്കിലും പോയാൽ അവർക്കത് വിഷമാണ്. ഞാൻ പോയി വരുമോ വരത്തില്ലയോ ഒരു പ്രശ്നമേ ഇല്ല. ഞാൻ പിണങ്ങിയിരുന്നാൽ അവർക്കതൊരു പ്രശ്നമേ അല്ല. എന്നാൽ എൻ്റെ വൈഫ് പിണങ്ങിയിരുന്നാൽ പിള്ളേർ ഭയങ്കര. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ മോളെ അമ്മ എന്തോ പിണക്കൊണ്ട്, അച്ഛാ അമ്മയ്ക്ക് എന്തോ പിണക്കൊണ്ട്, എന്താ അവരുടെ ജാതിലോട് കുറച്ച് ദിവസം പിണങ്ങിയിരുന്നായിരുന്നു. അച്ഛൻ ഭയങ്കര പണി നോക്കി, അമ്മയുടെ കാര്യത്തിൽ സോൾവ് ഇങ്ങനത്തെ ഒരു. അപ്പം എനിക്കറിയത്തില്ല, ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം. എന്നാൽ നല്ലോണം വഴക്ക് പറയുന്നവരോട് പിള്ളേർക്ക് സ്നേഹവും, ഒട്ടും വഴക്ക് പറയാത്ത എന്നോട് അത്ര സ്നേഹവും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് മാറി. ജീവിതം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പം വൈഫിനോട് ഞാൻ നീ ഇങ്ങനെയാണ് തിരുത്തണം എന്ന് പറഞ്ഞാൽ അത് തിരുത്താൻ പാടില്ല. എന്തിനാണ്, അവരങ്ങനെയാണ്. എന്നോട് നിങ്ങൾ ഇങ്ങനെ തിരുത്തണം, നിങ്ങൾ നാളെ ആളുകളെ കളിപ്പിച്ച് പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. കാരണം ഞാൻ ഇങ്ങനെയാണ്. അപ്പം നമ്മളെന്താ, ജീവിതത്തിൽ മനസ്സിലാക്കലുകളാണ് ജീവിതം. അണ്ടർസ്റ്റാൻഡിങ് അതാണ്. അങ്ങനെയുള്ളവർക്ക് നല്ല രസമായിട്ട് ലൈഫിൽ പോകാൻ പറ്റും. ചിലർ പറയും, ചിലർ കണ്ണേറ് കിട്ടുക എന്ന് പറയുന്നത്, പിന്നെ ആയിലും നക്ഷത്രത്തിലുള്ളവർ ചുറ്റുള്ളതെങ്കിൽ നമുക്ക് ദോഷം വരുമെന്നുള്ളത്. ചിലർ പറയും ദേഷ്യം വരുമ്പോഴേക്കും നീ മുടിഞ്ഞു പോയി ഇങ്ങനെ പ്രാക്കുമല്ലോ, നല്ലത് വരില്ല, നീ നോക്കിക്കോ, മനസ്സ് നൊന്താ ഞാൻ പറയണെന്നൊക്കെ പറയും. അതിൽ നമുക്ക് കേൾക്കുമോ, അച്ചട്ടാണോ ഇതൊക്കെ? ഇതിൽ പറഞ്ഞ കാര്യങ്ങളിൽ പ്രാക്കിൻ്റെ കാര്യമുണ്ട്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ, ഈ ശരിക്കും പ്രാക്ക് ഫലിക്കുമെന്ന് ചോദിച്ചാൽ ഫലിക്കും. പക്ഷെ അതിനൊരു കാര്യം കൂടെ നടക്കണം. നമ്മുടെ കേക്ക പ്രാകണം, ഇല്ല പ്രാഗീന്ന് ആരെങ്കിലും നമ്മളോട് പറയുകയും വേണം. ഈ കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെ നീ നശിച്ചു പോകത്തുള്ളൂ എന്ന് പറയാൻ പാടില്ല. കാരണം അവരുടെ ബ്രെയിനിന് കൊടുക്കുന്ന കമാൻഡ് നശിച്ചു പോവുക അങ്ങനെ കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നശിച്ചു പോകും. പ്രാഗി എന്ന് അറിഞ്ഞാൽ പ്രശ്നമാണ്, ഇല്ലെങ്കിൽ എന്ത് പ്രശ്നമാണ്. അവിടെ ഞാൻ ഇപ്പോൾ കുത്തിയിരുന്ന എവിടെയെങ്കിലും ഉള്ള ഒരാളെ പ്രാകുക, അയാൾ അറിഞ്ഞില്ലെങ്കിൽ അയാൾക്ക് എന്ത്, നമ്മളത് അറിഞ്ഞെങ്കിലല്ലേ ഉള്ളൂ പ്രശ്നം. എന്തിനാണ് ഇത് പറയാൻ പോകുന്നത്? ഇതാണ് പ്രാക്ക് വലിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സുകൊണ്ട് ഇങ്ങനെ ചീത്ത പറഞ്ഞില്ലേ പോലും മനസ്സുകൊണ്ട് നമ്മൾ ഒരാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നെഗറ്റീവായിട്ട് എന്ത് ചിന്തിച്ചാൽ അവർ വളരും. നിങ്ങൾ ഒരാളെ പറ്റി നിരന്തരം നെഗറ്റീവ് ചിന്തിച്ചു, അയാൾ വളരും. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാം. ഈ ബിഗ് ബോസ് വന്നു, ഈ അനീഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ആദ്യം വന്ന് കയറുമ്പോൾ ഞാൻ സ്ത്രീവിരുദ്ധനാണെന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു വൈബിൽ നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്, എനിക്ക് തോന്നുന്നു മലയാളികളുടെ ഒരു 80% ആളുകളും അന്ന് അയാളെ വെറുത്തിട്ടുണ്ടാവും. അന്ന് അയാൾക്കെതിരെ കമന്റുകൾ എഴുതിയിട്ടുണ്ടാവും, ഇവൻ ആരടാന്ന് ചോദിച്ചിട്ട് തെറി വിളിച്ചിട്ടുണ്ടാവും. പിന്നീട് എന്താ സംഭവിച്ചത്? ആ വെറുപ്പ് അദ്ദേഹത്തോടുള്ള ഇഷ്ടമായിട്ട് മാറി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഈ ബിഗ് ബോസിന്റെ ഫിനാലയില്ലേ, ഈ ഫിനാലയിൽ ഈ അനീഷ് പോയപ്പോൾ എൻ്റെ മോൻ ഇരുന്ന് കരഞ്ഞെന്ന് വീഡിയോ എൻ്റെ ഫോണിലുണ്ട്. ഞാൻ ഫിനാലെ കാണാൻ ഇരുന്നിരുന്നില്ല, പക്ഷേ എൻ്റെ ബ്രദർ വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചത് അവ ഇരുന്ന് കരയുന്നു. അപ്പം നിങ്ങൾ മനസ്സിലാക്കൂ, ആദ്യം വെറുപ്പ്. നിരന്തരം ഒരാളെ ഇങ്ങനെ പറഞ്ഞാൽ അയാൾ വളരുമെന്നുള്ളതല്ലാതെ, അതുകൊണ്ട് പ്രാർത്ഥിച്ചോളൂ, നമ്മളെ പറ്റി കുറ്റം പറഞ്ഞോളാൻ ആരും പറയുന്നില്ലെങ്കിൽ നിങ്ങളത് പറഞ്ഞോന്ന് പറഞ്ഞു. നിങ്ങൾ അനീഷിന്റെ കാര്യത്തിൽ അത് ശരിയാണ്. അനീഷിനെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു, ഒരു ദിവസം രാവിലെ തുറന്ന് ചേട്ടൻ നല്ല ഒരു പ്രാർത്ഥനയോടെ വന്നിരുന്ന് കഴിയുമ്പോൾ ആ ഒരു നല്ല മനസ്സ് ഒരു ത്രൂ ഔട്ട് ദിവസം പല ആൾക്കാരുടെയും ദുഃഖങ്ങളും യാതനകളും വിഷമങ്ങളും ബാക്ക് ടു ബാക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കുള്ള സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് ശരിക്കും ഒരു ജോത്സ്യൻ്റെ ജോലി എന്ന് പറയുന്നത്, അല്ലേ? പക്ഷേ ഈ നല്ലതല്ല കേൾക്കുന്നത് ഫുൾ. അപ്പോൾ ഒരു ദിവസം എൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് എങ്ങനെയായിരിക്കും? വല്ലാത്ത പ്രശ്നമാണ്, വല്ലാത്ത മാനസിക പ്രശ്നമാണ്. ഇപ്പം ഞാൻ
ഈ നമ്മുടെ ജീവിതത്തിൽ ഈ കുഞ്ഞുങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്നത് അച്ഛനും അമ്മയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം അല്ല, അപ്പൂപ്പനും അമ്മൂമ്മയാണ്. മക്കളെ, ഈ കുഞ്ഞു മക്കളെ അപ്പനും അമ്മയല്ല, നമ്മൾ പിള്ളേരെ അടിക്കും. എന്നാൽ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ മുമ്പ് വെച്ചൊന്ന് അടിക്കും. അവർ പറയും ഇങ്ങനെ പണി നോക്കിപ്പോ എൻ്റെ കൊച്ചിനെ ഒന്ന് തൊടാൻ വേണ്ടി പറ്റത്തില്ല എന്ന് പറയും. കാരണം അവരാണ് കൊച്ചുമക്കളെ. എനിക്ക് വളരെ ഈ വിഷമവും കൂടെ വരുന്നൊരു കാര്യമുണ്ട്. ഒരു പയ്യൻ അവൻ്റെ ഒരു 18ാമത്തെ വയസ്സിൽ അവന് വണ്ടി അപകടത്തിൽ മരിച്ചു. അപ്പം ഇവൻ നിൽക്കുന്നത് ഇവൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇവൻ നിൽക്കുന്നത് അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കൂടാണ്. അപ്പോൾ ഇവർ അത്യാവശ്യം നല്ല പ്രായമുള്ളൂ. പക്ഷേ അപ്പൂപ്പൻ എല്ലാ ദിവസവും വൈകിട്ട് ഇവന് പരിപ്പുവട ഉഴുന്നുവടയൊക്കെ മേടിച്ചു വരും. ഇവന് 10-18 വയസ്സുണ്ടെങ്കിലും കൊണ്ടുവരും. എവിടെയെങ്കിലും പോയാൽ മോനെ എന്നൊക്കെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസമാണ് പെട്ടെന്ന് ഇങ്ങനെ ഫോൺ വന്നു, ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അപ്പൂപ്പനും അമ്മയും കൂടെ ഓടി ചെല്ലുകയാണ്. ചെന്നിട്ട് ഇവർ ഈ ചെല്ലുമ്പോഴാണ് ഇവൻ മരണപ്പെട്ടു എന്നറിയുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം 4-5 വർഷമായി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ 6 മാസം കൂടുമ്പോഴും ഇവരെന്നെ കാണാൻ വരും. ആരാ? ഈ അപ്പൂപ്പനും അമ്മൂമ്മയും. ചിലപ്പോൾ അച്ഛനും അമ്മയും അവരുടെ ലൈഫിൽ എൻഗേജഡായി അവരിങ്ങനെ പോയിട്ടുണ്ടാവും. പക്ഷേ ഈ അപ്പൂപ്പനും അമ്മൂമ്മയും എന്നെ കാണാൻ വരും. എന്ത് പ്രശ്നം എന്നറിയൂ? ഇപ്പം മോൻ എങ്ങനെയായിരിക്കും, ഇപ്പം മോൻ എങ്ങനെയുണ്ട്. അപ്പം നമുക്ക് വേണേൽ ഇവരോട് മോൻ മരിച്ചുപോയി നിങ്ങൾ അങ്ങനെയല്ല, അമ്മൂമ്മ സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പം ഞാൻ അതിന് പറയും, അമ്മേ മോനെ കൂടെ ഉണ്ട്, അമ്മൂമ്മയുടെ സ്നേഹമുള്ളത് കൊണ്ടാണ് വരുന്നത്. ഇതിനെ വേറെ രീതി കൈകാര്യം ചെയ്ത് വരുന്നത് ദോഷമാണ്, കുറച്ച് പൈസ കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് ഇനിയും പറയാനുണ്ട്. ഒരുപാട് ഒരു സംഭവം കൂടെ പറയാം, നമുക്കെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം പറയാം. ഒരു പ്രായമുള്ള ഒരു ഭാര്യയും ഭർത്താവും എന്നെ കാണാൻ വരുമായിരുന്നു. അദ്ദേഹം പട്ടാളക്കാരൻ, റിട്ടയർഡാണ്. അപ്പോൾ ഇവരുടെ മക്കളൊക്കെ പുറത്ത് പഠിക്കുകയോ ജോലി എന്താണ്. അപ്പോൾ ഇവർ ഒരു തവണ വന്നപ്പോൾ ഇവരെപ്പോഴും വരുന്നതാണ് കേട്ടോ. അങ്ങനെ എനിക്ക് കുറച്ച് കുടുംബങ്ങളുണ്ട്. എപ്പോഴും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് വന്നൊന്ന് ചോദിക്കും, ഇങ്ങനെ ഒന്ന് ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്ന കുടുംബങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു ഫാമിലിയാണ് ഇവർ. വന്നിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഫോൺ വന്നു. പുറത്തോട്ട് പോയി ചേച്ചി എന്നോട് പറഞ്ഞു, മോനെ ചേട്ടൻ ഭയങ്കര ദേഷ്യത്തിലാണ് എപ്പോഴും പെരുമാറുന്നത്. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതങ്ങ് ഭയങ്കര വിഷമാണ് മോനെ. ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ പെരുമാറുമ്പം സ്വാഭാവികമായിട്ട് ദേഷ്യമാണ്, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, എന്നോടൊരു സ്നേഹം കാണിക്കുന്നില്ല. ഇപ്പോൾ പ്രായമുള്ള സമയത്ത് എനിക്കൊന്ന് എൻ്റെ ആഗ്രഹങ്ങളില്ലേ മോനെ ഒന്ന് സ്നേഹിക്കണം എന്നൊക്കെ, നല്ല പ്രായമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി വിഷമിക്കേണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മുമ്പിൽ ജ്യോതിഷം എന്നുള്ള ടൂളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നിയമത്തിനപ്പുറത്തൂടെ സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ വന്നിട്ട് പിന്നെ ഞാൻ നോക്കി പറയുന്നത്, ചേട്ടൻ ചേച്ചിയെ കുറച്ചുകൂടെ ഒന്ന് കരുതണം കേട്ടോ, കാരണം ചേച്ചിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചേട്ടൻ ഇച്ചിരി എനിക്ക് ഇതിൽ നോക്കുമ്പോൾ കാണുന്നത് ചേട്ടൻ കുറച്ച് ദേഷ്യത്തിലൊക്കെ പെരുമാറുന്നു എന്നുള്ളത്. ചേച്ചി ആണോ? അപ്പോൾ ചേച്ചി മിണ്ടാണ്ടിരുന്നു. അപ്പോൾ പുള്ളി ഞാൻ അങ്ങനെയൊന്നുമല്ല എന്ന് പറയും. നമ്മൾ ചേട്ടൻ അങ്ങനെ അല്ല എന്ന് പറഞ്ഞാലും എനിക്ക് ജ്യോതിഷമാണ് പറയുന്നത് ചേട്ടൻ അങ്ങനെയാണ് എന്നാണ് എനിക്കിവിടെ കാണുന്നത്. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ പറയുന്ന എല്ലാം ശരിയാവണമെന്നൊന്നുമില്ല. ചേട്ടൻ മാറണം, ചേട്ടൻ്റെ ക്യാരക്ടർ മാറണം, ചേട്ടൻ ചേച്ചിയെ ഒന്ന് ചേർത്ത് നിർത്തണം, ചേച്ചിയോട് പെട്ടെന്നൊന്നും പ്രതികരിക്കരുത്, ചേച്ചിക്ക് അതൊക്കെ ഭയങ്കര ഭീതി ഉണ്ടാവും, ചേച്ചിക്ക് അസുഖം വരുത്തും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. കുറേ ദിവസത്തിന് ശേഷം വീണ്ടും വരുമെന്നു. അതായത് എനിക്കറിയാമല്ലോ. ഇപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ ഇപ്പം എങ്ങനെയുണ്ട്, സ്നേഹമൊക്കെ ഉണ്ടോ? ഉടനെ പുള്ളി ഇല്ലേടി എന്ന് ചോദിച്ചു. ചേച്ചി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇല്ലെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, ചേട്ടാ ഇത് ചേച്ചി പറഞ്ഞെങ്കിലും എനിക്ക് ചേച്ചിയെ വിശ്വാസം, ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുക, ഞാൻ ഇതേ ടോണിലാണ് വരുന്നത്. കാരണം അവരുടെ കുടുംബത്തെ ചേട്ടൻ തമാശ കളിക്കരുത്, ചേച്ചിക്ക് എപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് ചേച്ചി ഇത് നോക്കിയിട്ട്, ചേച്ചി പക്ഷേ പറയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പുള്ളി പറഞ്ഞു ഞാൻ വന്ന കാര്യം അതല്ല ഹരി, മറ്റൊരു കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ഗൗരവത്തിൽ അതങ്ങ് വിട്ടു. കുറേ ദിവസം കഴിഞ്ഞ്, കുറേ നാളുകൾക്ക് ശേഷം, ചിലപ്പോൾ മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഇദ്ദേഹം ഒറ്റയ്ക്ക് വന്നു. ഭയങ്കര വിഷണ്ണനായി, ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ആക്കി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഹരി പിന്നെ അവൾക്ക് സ്ട്രോക്കായി, അവളിപ്പോൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. അപ്പം എനിക്കിപ്പോഴാണ് ഹരി എൻ്റെ ജീവിതത്തിൽ എനിക്ക് പേസ്റ്റ് എവിടെ ഇരിക്കുന്നതെന്ന് അറിയത്തില്ല, എനിക്ക് എൻ്റെ ചെരുപ്പ് എവിടെ ഇരിക്കും, പുള്ളി ഭയങ്കര ഇങ്ങനെ പറയുന്നത്, ചെരുപ്പ് എവിടെ ഇരിക്കുന്നതെന്ന് അറിയത്തില്ല, എവിടെയാണ് തുണി കഴുകുന്നതും സൂക്ഷിച്ച് വെക്കുന്നതും അയൺ ചെയ്ത് ഇവിടെ വെക്കുന്നതും എനിക്കറിയില്ല. ഞാൻ റെഡിയായി വരുമ്പോൾ ടിപ്പ് ടോപ്പായിട്ട് അയൺ ചെയ്ത തുണി അവിടെ തരുന്നു, ഞാൻ ചെരുപ്പിടുന്നു, ഞാൻ പോകുന്നു. എനിക്കിപ്പോൾ ഇതൊന്നും അറിയത്തില്ല, എനിക്ക് ഭയങ്കര ഏകാന്തതയാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, എനിക്ക് അവളെ തിരിച്ചു തരണം, പഴയ പോലെ എനിക്കിനി അവളെ ഒന്ന് സ്നേഹിക്കണം. കാരണം അവളില്ലാത്തപ്പം എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്, അവളില്ലാത്തതിൻ്റെ വേദന ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഭയങ്കരമായിട്ട് അങ്ങിതായി. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടൻ വിഷമിക്കാതെ നമുക്ക്, അപ്പം എനിക്ക് ഹരിയെ വിശ്വാസമാണ്, ഹരി വിചാരിച്ചാൽ അവളെ പഴയതുപോലെ എനിക്ക് വേണം ഹരി, ഇനി എനിക്ക് ഹരി ഉത്തരവാശം പറഞ്ഞിട്ട് ഞാൻ അത് കേട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഫോൺ അടിക്കുന്നുണ്ട്, ഞാൻ ചേട്ടൻ ഫോൺ എടുക്കുക ആദ്യം, എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഫോൺ എടുത്തപ്പോൾ എന്താ അറിയും, അവർ മരിച്ചുപോയി. ഒരു അവസ്ഥയെ ആലോചിച്ചു എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ മനുഷ്യനങ്ങ്, കാരണം അദ്ദേഹം ഭയങ്കരമായിട്ട് പറയിടായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ചേട്ടാ അങ്ങനെ ഈ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു പേടി, ഇനി ഇദ്ദേഹം എന്തെങ്കിലും കയ്യബദ്ധം കാണിക്കൂ. എന്നിട്ട് ഞാൻ തന്നെ എൻ്റെ വണ്ടിയിൽ കയറ്റി അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി, പിന്നെ ബന്ധുക്കളൊക്കെ വരുന്നത് വരെ ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ പ്രണയവും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ
അതങ്ങോട്ട് കാണിക്കുക. അല്ലാതെ ഞാൻ വലിയ ഗൗരവമാണ്, ഞാൻ വളരെ അങ്ങനെ ഒന്നുമുള്ള ആളല്ല എന്നൊക്കെ പറയുന്നത് കള്ളമാണെന്ന്, കാപട്യമാണ്. നിങ്ങൾക്ക് പുറത്ത് കാണിക്കാൻ പറ്റാത്തൊരു പ്രണയമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ കള്ളരാണ്. ഉണ്ടെങ്കിൽ കാണിക്കണത്. എത്ര കാലമാണ് ഇത് കണ്ടില്ലേ? ആ മനുഷ്യൻ അവരെ തിരിച്ചു കിട്ടിയാൽ പ്രണയിക്കും, ഇനി എന്ത് തിരിച്ചു കിട്ടൂ ജീവിതത്തിൽ? അപ്പം ഞാൻ എന്ത് പറഞ്ഞിവരെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉള്ളൊരു പ്രശ്നം. അപ്പം ഇതൊരു പറയുമ്പോൾ ജോത്സ്യം എന്ന് പറയുന്നതിനപ്പുറം ഒരുപാട് കുടുംബങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പറയുന്ന ഒരു വാക്കായിരിക്കും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. ഹരിച്ചേട്ടൻ്റെ ലൈഫിൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഹരിച്ചേട്ടൻ എന്ത് ചെയ്യും? അതൊരു വല്ലാത്ത ചോദ്യമാണ്. കാരണം എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് വരാറുണ്ട് എൻ്റെ ലൈഫിൽ, പലതരത്തിൽ. പ്രത്യേകിച്ച് ഫിനാൻഷ്യലി ഭയങ്കര പ്രോബ്ലം. അതെൻ്റെ അഹങ്കാരമാണ്. എനിക്ക് ഇപ്പുറത്ത് വേണമെങ്കിൽ പറഞ്ഞ പോലെ പൈസ ഉണ്ടാക്കാം, പക്ഷേ ഞാനത് അങ്ങനെ ചെയ്യാറില്ല. പിന്നെ നമ്മളിപ്പോൾ ഞാനായാലും രമ്യയാണെങ്കിലും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നവരാരാണെങ്കിലും അവരുടെ ജീവിതത്തിലൊരു പ്രശ്നം വരുമ്പോൾ വലിയ പാടാണ്. നമുക്കിതെല്ലാം പറ്റും, മറ്റുള്ളവരുടെ ജീവിതത്തിലെ കാര്യം അസാധ്യം എന്ന് പറയുന്നതൊന്നുമില്ല എന്ന് പറയാം. മറ്റുള്ളവരുടെ കാര്യത്തിൽ, നമ്മുടെ കാര്യത്തിൽ അതില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? ഈ സമയത്ത് നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് ആ സമയത്ത് ഒരു സൊല്യൂഷൻ എടുക്കാൻ വേണ്ടി നമുക്ക് പറ്റില്ല. പക്ഷെ ഹരിച്ചേട്ടൻ വേറൊരാളുടെ അടുത്ത് പോവാറുണ്ടോ ഇതുപോലെ? ഇല്ല, ഞാൻ അങ്ങനെ പോകാറില്ലെന്ന് മാത്രമല്ല, ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഞാൻ ആരോടും ഷെയർ ചെയ്യാറില്ല. ഞാൻ അങ്ങനെ ചെയ്തതില്ല. കാരണം ഇപ്പോൾ ചിലപ്പോൾ വേറൊരാളുടെ വ്യക്തിപരമായ കാര്യം എനിക്കറിയാമെങ്കിലും ഞാനത് ഷെയർ ചെയ്യാറില്ല. ഇപ്പോൾ നമുക്ക് ഈ ഒന്നാമത് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എന്നോട് രമ്യ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഏറ്റവും വലിയ അപവാദം നിങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ മറുപടി പറയൂ, സത്യസന്ധനാണെന്ന് കേൾപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ അപവാദം. നല്ലവനാണെന്ന് കേൾപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ അപവാദം. നന്മയുള്ളവനാണ്, കുഴപ്പക്കാരനല്ല എന്ന് കേൾപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ അപവാദം എന്ന് ഞാൻ പറയും. എന്താ അറിയൂ, നമ്മളിത് കീപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നൊരു എഫേർട്ടുണ്ട്. അപകടകരമായ ഒരു എഫേർട്ടാണ് രമ്യ. നമ്മളെ ഒരാൾ നീ നല്ലവനാണ് എന്ന് പറഞ്ഞാൽ ഈ നല്ലവനെന്ന് കേൾപ്പിക്കാൻ വേണ്ടി പിന്നെ നമ്മൾ എടുക്കുന്നൊരു വല്ലാത്തൊരു എഫേർട്ടുണ്ട്. അത് വലിയ അപകടകരമായ ഒരു എഫേർട്ടാണ്. നമുക്ക് നമ്മളാകാൻ പറ്റില്ല. ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ അയ്യോ അവർ സത്യസന്ധനാണ്. ഞാനിടയ്ക്ക് നമ്മുടെ ഈ മറുനാടൻ മലയാളിയിലെ ഷാജൻ സ്കറിയുണ്ട്, അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് പറയും ഹരി പത്തനാപുരം നല്ല എന്നൊക്കെ പറയും. ഞാൻ പറയും ചേട്ടാ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയട്ടെ, കാരണം ഞാൻ ഇത് പിന്നെയും കീപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ ചെറുതല്ല രമ്യേ. കാരണം നമ്മൾക്കൊരു ബാധ്യതയാണിത്, നമുക്കിതൊരു ബാധ്യതയാവുകയാണ്. എന്തിനാണ് അങ്ങനെ കേൾക്കുന്നേ? ഇത് കേൾക്കുന്നവരെ നമ്മൾ വിചാരിക്കും വരോ നല്ലത് കേട്ടല്ലോ എന്ന്. വെറുതെയാണ്. ഈ നല്ലത് കീപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നൊരു എഫേർട്ട് നമ്മളല്ലാതായി മാറണം പല കാര്യത്തിൽ. അല്ല, നമ്മളായിട്ട് തന്നെ ജീവിക്കുമ്പോൾ അത് ശരിയുടെ മാർഗത്തിലൂടെ നമ്മൾ വേറൊന്നും പ്രതീക്ഷിച്ചായിരിക്കില്ല. നമ്മൾ അങ്ങനെ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് നമ്മളിലെ നല്ലവനാണ് എന്ന്. പക്ഷെ ഒരാൾ അൾട്ടിമേറ്റ് ആയിട്ട് നല്ലവനെന്നൊന്നും ഇല്ല രമ്യ, അതിങ്ങനെ പറ്റും എന്ന് പറയുന്നത്. ഇപ്പം എനിക്ക് എത്ര ക്യാരക്ടർ ഉണ്ടാവും? ഞാൻ എൻ്റെ വീട്ടിലൊരു ക്യാരക്ടറായിരിക്കും, എൻ്റെ അമ്മയോട് വേറൊരു ക്യാരക്ടറായിരിക്കും, എൻ്റെ കുടുംബാംഗങ്ങളോട് വേറൊരു ക്യാരക്ടറായിരിക്കും, എൻ്റെ പ്രൊഫഷണലി ഞാനൊരു ക്യാരക്ടറായിരിക്കും. ഇപ്പം എൻ്റെ ജ്യോതിഷാലയത്തിലേക്ക് വരുന്ന ആൾ എത്ര നല്ലതായിട്ടാണ് അയാൾ സംസാരിക്കുന്നത്, എത്ര സ്വീറ്റ്, അങ്ങനെ ആയിരിക്കുമോ വീട്ടിൽ? ഇപ്പം ഇന്ന് ഇങ്ങനെ ചേട്ടൻ നിൽക്കുന്ന പ്രൊഫഷനെ മോശപ്പെട്ട് കാണിപ്പിക്കുന്ന ആൾക്കാരോട്, ഇത്തരത്തിൽ ബിസിനസ്സായിട്ട് കാണിക്കുന്ന ആൾക്കാരോട് തുറന്ന് സംസാരിക്കുക, അവിടെ ഒരു പ്രവൃത്തി ചെയ്ത് അതിനെ മാറ്റപ്പെടുത്താൻ അങ്ങനെ എന്തെങ്കിലും ചേട്ടൻ ചെയ്തിട്ടുണ്ട്? ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഷോകളിൽ മുഴുവൻ ഞാൻ ഇത്തരം കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇനി ഞാനത് പ്രതികരിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. ശത്രുക്കൾ കൂടിയതുകൊണ്ടാണ് എനിക്കൊരു അപകടം തോന്നുന്നു എൻ്റെ ലൈഫിൽ രമ്യ. കാരണം ഒരുപാട് ശക്തരാണ്, പൈസയുള്ളവരാണ്. എനിക്ക് ഫോളോവേഴ്സിനൊന്നും ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരൊറ്റ വാട്സപ്പ് ഗ്രൂപ്പില്ല. ഇപ്പോൾ ഉള്ളവരെന്താ ഒന്ന് കാണിച്ചു തരാണ്ട് ഞാൻ അഡ്മിനായിട്ടുള്ള അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പേ ഇല്ല, ഒരിടത്തുമില്ല. ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് എനിക്കില്ല. എനിക്കുള്ളത് എന്നെ ഫോളോ ചെയ്യുന്ന കുറച്ച് ആളുകൾ പോസിറ്റീവ് കമൻറ്റ്, അല്ല ഇവരെ എല്ലാം കൂടെ വെച്ചിട്ട് മാസമായിട്ട് നമ്മുടെ കൂടെ നിൽക്കണം അങ്ങനെ പറഞ്ഞിട്ട് എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പും ഇല്ല, എനിക്കൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പും ഇല്ല, ഞാനൊരു മാസിനെ ഒട്ടും ഉണ്ടാക്കുന്നുമില്ല. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന ആളുകളുണ്ട്, അത് എനിക്കറിയാം. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ യുഗമാണ്. നമ്മളെ അപകടപ്പെടുത്താൻ വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, പണ്ട് നമ്മുടെ കോളേജ് കാലം, അത് കഴിയുന്ന കാലം, കല്യാണത്തിന് മുമ്പ് നമുക്ക് പ്രണയവും നമുക്ക് റിലേഷൻഷിപ്പ് അല്ല നമ്മൾ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇന്നൊരു 10-20 വർഷങ്ങൾക്കിപ്പുറം വേണമെങ്കിൽ അതിനെ എടുത്തുകൊണ്ട് ആർക്കെങ്കിലും ഇങ്ങനൊരു ജ്യോത്സ്യൻ ഇച്ചിരി ഉടായിപ്പാണ് എന്ന് പറയാം. പക്ഷേ ഈ 20 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെന്ന് പിന്നീട് ഇത് തെളിയിക്കണമെങ്കിൽ ഞാനതിന് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും. അപ്പോൾ അപകടകരമായ ഒരു കാലമാണ്. കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ അഭിനയിച്ച ഒരു സിനിമയുണ്ട്, പെണ്ണുകേസ് എന്നാണ് സിനിമയുടെ പേര്, പക്ഷെ നല്ല പടമാണ്. അതിൽ എന്നെ പപ്പടക്കൊട്ട എൻ്റെ തലയിൽ കമഴ്ത്തുന്ന ഒരു രംഗമുണ്ട്, ഒരു കല്യാണ വീട്ടിൽ നടക്കുന്ന ഒരു അടിയാണ്. ഞാനൊരു രസത്തിന് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു, പപ്പടക്കൊട്ട കമഴ്ത്തുന്നതും അതിനുശേഷമുള്ളൊരു എക്സ്പ്രഷനും. അപ്പോൾ അത് ഒറിജിനലായിട്ട് വന്നു എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഇതെടുത്തിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ വേറെ രസകരമായ ക്യാപ്ഷൻ എഴുതി പോസ്റ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള 2 പേജുകൾ
എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്, എനിക്കെതിരുള്ള ആളുകളല്ല, എന്നെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന ആളുകളാണ്. പക്ഷെ അവർ ഈ പടത്തിൻ്റെ ട്രെയിലറിന് റീച്ച് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവരിതെടുത്തിട്ട് പോസ്റ്റ് ചെയ്തു, ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ഹരി പത്തനാപുരത്തിൻ്റെ കല്യാണ വീട്ടിൽ വെച്ച് മർദ്ദനം, ലിങ്ക് കമൻറ്റ് ബോക്സിൽ. ഇത് പെട്ടെന്ന് കയറി അങ്ങ് സ്പ്രെഡായെന്ന് വെച്ചാൽ എന്നെ പലരും വിളിക്കുകയാണ്, എന്താണ് ഈ ലിങ്ക് കയറി ആരും നോക്കുന്നില്ല, മനസ്സിലായി? ഞാൻ ഒരു മിനിറ്റ് ഒരു വോയിസ് കേൾപ്പിക്കാം. അപ്പം ഒരുപാട് വോയിസ് ഉണ്ട്, അതിൽ ഒരു വോയിസ് ഞാനിപ്പം നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം, അത് കേൾക്കണം. അപ്പം ഒരുപാട് വോയിസ്. ഒരു മകള് എന്നോട് പറയുകയാണ്, അമ്മ വീട്ടിൽ വന്നിട്ട് മോളൊക്കെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം അമ്മ വലിയതായിട്ട് വിഷമിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ പറയുകയാണ്, പിന്നെ ഹരി പത്തനാപുരത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഈ കുട്ടിക്ക് അടി കിട്ടിയോ എന്ന് ചോദിക്കാൻ വയ്യ. ഈ കുട്ടി എന്നോട് ചോദിക്കുകയാണ്, ചേട്ടന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, അമ്മ ഇവിടെ വിഷമിച്ചു. ഇത് താങ്കളെ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും പരിചയമില്ലാത്ത ആൾക്കാർക്കും താങ്കളോട് ഇഷ്ടമുള്ള ആൾക്കാർ കുറെ ഉണ്ട്. അവർക്കൊക്കെ ഇത് പെട്ടെന്ന് കാണാൻ നേരത്ത് ഒരു ആങ്സൈറ്റിയും മറ്റുള്ളതൊക്കെ വരും. അതാണ് ഇതിൽ സംഭവിക്കുന്നത് കേട്ടാ. ഓക്കെ, താങ്ക് യു. അപ്പം ഒരു മനുഷ്യൻ, എന്നെ ഒരു പരിചയമില്ലാത്ത ആള്, അദ്ദേഹം എന്നോട് എനിക്കൊരു മെസ്സേജ് അയച്ചു, മോനെ എന്തെങ്കിലും പറ്റുമോ, എന്താണ് പ്രശ്നം പറ എന്ന് പറഞ്ഞു. അപ്പം എനിക്കതൊരു സ്നേഹമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ എന്തിനാണ് നമ്മളിങ്ങനെയുള്ള വെറുതെ. അപ്പം എനിക്കെതിരെ എന്തൊരു പ്ലാൻഡ് മൂവ് നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഇനിയും സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുകൊണ്ടൊന്നും ഇവിടെ കബളിപ്പിക്കപ്പെടാൻ പോകുന്നവർ മാറുന്നില്ല. ഞാൻ വീണ്ടും സാമ്പത്തികമായി താഴേക്ക് പോവാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ കുറച്ചൊന്ന് മിതപ്പെടുത്താൻ തീരുമാനിച്ചു. എന്തിനാ നന്നാവത്തില്ലെന്നുള്ളവരോട് നമ്മൾ വീണ്ടും പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? ഈ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ നല്ലതാണ്, പക്ഷെ ഇതിനകത്ത് ഒരാളെ ഭയങ്കരമായിട്ട് അപമാനിക്കാൻ പറ്റും. വെറുതെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എവിടെന്നെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്താൽ ഇത് അല്ല എന്ന് നമ്മൾ എത്ര പറയും? ഇതല്ലെന്ന് പറഞ്ഞാൽ ഇത് ആര് വിശ്വസിക്കും, ആര് കേൾക്കും? എന്തിനാണ് വെറുതെ ശത്രുക്കളെ ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഞാൻ കുറച്ചൊരു മിതത്വം പാലിക്കാം എന്ന് വിചാരിച്ചു. കാരണം നമ്മൾ കുടുംബസ്ഥനായി ജീവിക്കുന്നുണ്ട്, ഫിനാൻഷ്യലി പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളൊന്നും ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല. വെറുതെ ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അമ്മയെക്കുറിച്ചും കൂടെ ഒന്ന് പറയാം, അമ്മയുടെ വിശേഷങ്ങളൊക്കെ. അയ്യോ, അമ്മ എനിക്കൊന്നും രമ്യ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അമ്മ ഒരു രസമുണ്ട്. ഞാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ദുബൈയിലൊന്ന് പോയായിരുന്നു. പത്തനാപുരത്തെ പ്രവാസി അസോസിയേഷൻ ഉണ്ട്, പാപ്പു എന്ന് പറഞ്ഞ സംഘടനയുടെ പ്രോഗ്രാമിന്. ഞാൻ പറഞ്ഞ അമ്മ ഇങ്ങനെ ബുർജ് ഖലീഫയിലൊക്കെ പോയി എന്ന് പറയുമ്പോൾ അമ്മ എന്തുകൊണ്ടാണ് അതിന് ഒത്തിരി വലിപ്പമുണ്ടോ, പത്തനാപുരത്ത് ഏത് കെട്ടിടത്തിന് അത്ര ഉണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്കൊരു കുറ്റബോധം തോന്നി. ഞാൻ അമ്മയെ ഡൊമസ്റ്റിക്കാണ് കൊണ്ടുപോയിട്ടുണ്ട്, പക്ഷേ ഇൻ്റർനാഷണലി കൊണ്ടുപോയിട്ടില്ല. അപ്പം ഞാനങ്ങനെ സത്യം പറഞ്ഞ ഒരു ചിട്ടിക്ക് ചേർന്നു. എന്നിട്ട് ഞാൻ ചിട്ടി പിടിച്ചു. എന്നിട്ട് അത് വെച്ചിട്ട് ഞാൻ ടിക്കറ്റ് എടുത്തു. അപ്പം മോനെയും കൂടെ കൊണ്ടുപോയി. ഞാനും അമ്മയും മകനും മാത്രമാണ് പോയത്, വൈഫും മോളും വന്നില്ല. എന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടി ദുബായി പോയി അമ്മയെ കൊണ്ട് ബുർജ് ഖലീഫ കാണിച്ചു. അമ്മ സത്യം പറഞ്ഞ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഇത്ര എൻജോയ് ചെയ്തൊരു കാലം ഉണ്ടാകത്തില്ല. കാരണം ദുബൈയൊക്കെ സംബന്ധിച്ച് കാണുന്നവരെല്ലാം ഫുഡ് മേടിച്ച് തരിക, വെറൈറ്റി ഫുഡ്. പിന്നെ നമുക്ക് താമസിക്കാൻ കിട്ടിയത് വളരെ മനോഹരമായ ഒരു സ്ഥലം, അവിടെ വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രം. അങ്ങനെ ഒരു വില്ലയിലാണ്. നമ്മുടെ ഒരു സുഹൃത്ത് ഒരു വില്ല തന്നെ നിങ്ങൾ താമസിച്ചോളാൻ പറഞ്ഞു. സൗഹൃദങ്ങളുടെ ഒരു ബന്ധം. അങ്ങനെ അവിടെ താമസിച്ച് അമ്മ ഇപ്പം കഴിഞ്ഞ ദിവസം എന്നോട് പറയണേ, എടാ ഇനി എവിടെയെങ്കിലും പോകുന്നെങ്കിലൊക്കെ ഇത് പറയണേ. ഇപ്പം അങ്ങനെയായി. ഇനി അമ്മ സ്വിറ്റ്സർലൻഡിലെ മറ്റേ ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയുണ്ട് മോനെ എന്ന് ചോദിക്കും. പിന്നെ വരും, ഹരി അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? എന്തായാലും ഒരുപാട് സന്തോഷം ഹരിച്ചേട്ടൻ്റെ ഇനിയുള്ള ഈ ഒരു ആഗ്രഹങ്ങളും ഈ ഒരു ജേർണിയും ഈ ഒരു ബിസി ലൈഫും എല്ലാം ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് സൂപ്പറായിട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും വേറെയും കുറേ ജ്യോതിഷം നമ്മൾ സംസാരിച്ചാൽ തീരുന്ന ഒരു ടോപ്പിക് അല്ലല്ലോ അല്ലേ? വീണ്ടും നമുക്ക് മറ്റൊരു ഇന്റർവ്യൂവിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. താങ്ക് യു. നമസ്കാരം. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.